വാർദ്ധക്യത്തിൽ അബ്രഹാമിനും സാറായ്ക്കും ദൈവം കനിഞ്ഞു നൽകിയ മകൻ ഇസഹാക്ക്. 100 വയസ്സ് കഴിഞ്ഞ അബ്രഹാത്തിനും 90 കഴിഞ്ഞ സാറായ്ക്കും പിറന്ന മകൻ ഇസഹാക്ക്. അവരുടെ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് അബ്രഹാത്തിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വന്നു. ദൈവം നമ്മോട് സാധിച്ചില്ല. അബ്രഹാമിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണത്തരികൾ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് ദൈവം ഉടമ്പടിച്ചിരിക്കുന്നു. ഈ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരയും അവകാശമായി തന്നെ നന്ദി ചെയ്ത ദൈവം, നിന്റെ പരിചയവും അഭയവുമായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ദൈവമേ, കൽപ്പിച്ചാൽ നീ ശരിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ തുടങ്ങിയത് മോറിയ ദേശത്ത് പോകണം. കർത്താവേ, മോറിയായി ഞാൻ കാണിച്ചു തരുന്ന മനം പോലെ നീ ഒരു ബലിവേദി നിൽക്കണം. ആ ബലിവേദി നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി വാർദ്ധക്യത്തിൽ ജനിക്കുന്ന മകനെ സാധാരണ കൊടുത്തു പറയും, ഞാൻ എന്റെ മകന് കൊടുത്തു പറയും. ദൈവമേ, ഈ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ദൈവം തോന്നലല്ല. ഞാൻ കണ്ടറിയുന്ന, ഞാൻ അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഈ നിമിഷങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എന്റെ മകനെ കൊണ്ട് എവിടെയെങ്കിലും ഓടി വിളിച്ചാൽ ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കൺമുന്നിൽ നിന്നും അബ്രഹാമിനെ ഒളിച്ചോടാൻ ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു. കഴുതയ്ക്ക് ചിരിയുണ്ടോ? ബലിക്ക് വേണ്ട വിറകും കേൾവിക്കുക. യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളും. ഞങ്ങളെത്തി. ശരി. എവിടേക്കാണ് ഈ പുലർച്ചയ്ക്ക്? മോറിയ ദേശത്തേക്ക്. മോനെ ഒപ്പം കൂട്ടുന്നത് അറിയില്ലല്ലോ. പിന്നെന്തിനാ ഇസഹാക്കിനെ ഒപ്പം കൂട്ടുന്നത്? ഇസഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ? ദൈവം തന്ന മകനല്ലേ? ദൈവത്തിന് ഒരു ദഹന ബലി അർപ്പിക്കണം. അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷം. മനസ്സോടെ ബലി അർപ്പിക്കണം, പൂർണ്ണ സന്തോഷത്തോടെ. എങ്കിലേ ദൈവം പ്രസാദിക്കും. അപ്പാ പോകാം.
ദേ, അപ്പന്റെ കൈ പിടിച്ചോണം. ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോ നന്നായി പ്രാർത്ഥിക്കണം. കഴിവിന്റെ ദിവ്യടകത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരിക്കോരി തരണേ. ദേ, മോനെ സൂക്ഷിച്ചോ നീ. വേഗം മടക്കി കൊണ്ടുവരണം. എനിക്കിതിനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നറിയാനും. നിങ്ങൾ ഇവിടെ വിശ്രമിക്കുക. ഞാൻ ഓരോടൊപ്പം പോയി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം. നടക്കുക. കുഞ്ഞാടിനെ ദൈവം നീ അബ്രഹാമിന്റെയും സാറായുടെയും മകനല്ല, ദൈവത്തിന്റെ മകനാണ്. അബ്രഹാം നേരാവിന്റെ പുത്രനല്ല, ദൈവത്തിന്റേതാണ്. ഈ ലോകവും അതിലെ സമസ്ത ജീവജാലങ്ങളും ദൈവത്തിന്റെ അവകാശം. മനസ്സിലാക്കുന്നുണ്ടോ മോനെ? മനസ്സിലാക്കുന്നത്. ഇസഹാക്കിന്റെ അവകാശി ആരാ? ദൈവം. ആ ദൈവത്തിന്റെ മടക്കി ചോദിച്ച മകനെ വേണം എന്ന് ദൈവം പറഞ്ഞ മനസ്സോടെ കുറിക്കട്ടെ. ഞാൻ ഇതാ ഞാൻ എന്റെ ബലിയായി എന്റെ മകനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതാ ഞാൻ കുട്ടിയുടെ മേൽ കൈവയ്ക്കുന്നു. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്കവിധം നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്ക് ഉറപ്പായി. അതിനാൽ ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. നീ മകനേക്കാൾ മറ്റെന്തിനേയും